ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ടെറസ് ടോപ്പിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ ഇവയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. ഈ തക്കാളി കൊണ്ട് ഒരു ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. നമുക്കറിയാം തക്കാളിയിൽ ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി പഴുത്ത് നിൽക്കുന്ന തക്കാളിയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ബാൽക്കണി ടെറസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പച്ചക്കറികളൊക്കെ നട്ട് വളർത്താം. അതിന് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിക്കാം. എൻ്റെ ഈ ഗാർഡന്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. ഇപ്പോൾ തക്കാളി എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ പറിച്ചു കൊണ്ടുവന്ന തക്കാളി ഇവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഈ തക്കാളി അധികം പുളിപ്പില്ലാത്ത ഇത്തിരി മധുരമുള്ള തക്കാളിയാണ്. ഇതുപോലെ നല്ല പഴുത്ത തക്കാളി തന്നെ ജ്യൂസ് എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കുമ്പോഴത്തേക്കും മധുരത്തിനായിട്ട് പഞ്ചസാര വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി ജ്യൂസിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പുളിയുള്ള തക്കാളി ആണെങ്കിൽ ചെറുനാരങ്ങ നീര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉപയോഗിച്ചിട്ടുണ്ട്. ഇഞ്ചി ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പുപൊടി, ആവശ്യത്തിന് പഞ്ചസാര. ആദ്യം തക്കാളി ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഞാൻ തക്കാളി തൊലിയോടുകൂടിയാണ് ജ്യൂസ് അടിക്കുന്നത്. നിങ്ങൾക്ക് തൊലി ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് തക്കാളി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് തൊലി വേണമെങ്കിൽ പൊളിച്ച് കളഞ്ഞിട്ടും ജ്യൂസ് അടിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജ്യൂസ് അരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇത് അരിച്ചൊന്നും എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. ഇനി ജ്യൂസിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്കൊരു സെർവിങ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഐസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് മിന്റ് ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. കാണാൻ വളരെ ഭംഗിയുള്ളതും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ടൊമാറ്റോ ജ്യൂസ് റെഡിയായി കഴിഞ്ഞാൽ അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.